ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പോർഷനായിട്ടുള്ള സിസ്റ്റം മോഡൽസിനകത്ത് വരുന്ന ആർക്കിടെക്ചറൽ മോഡലാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് സിസ്റ്റം മോഡൽസിനകത്തുള്ള ഫിസിക്കൽ മോഡലായിരുന്നു നോക്കിയത്. ഇതിപ്പം നെക്സ്റ്റ് മോഡൽ, ദാറ്റ് ഈസ് ആർക്കിടെക്ചറൽ മോഡൽ. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ആർക്കിടെക്ചർ, ഒരു സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചർ എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിനകത്തുള്ള കമ്പോണൻസിനെയും അവ തമ്മിലുള്ള ഇൻ്റർ കണക്ഷൻസിനെയാണ്. ഓക്കെ, ഇനി സിസ്റ്റം മോഡൽ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആർക്കിടെക്ചറൽ മോഡൽ എന്ത് ഡിഫൈൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിനകത്തുള്ള കമ്പോണൻസ്, അവരുടെ റോൾസ് എന്താണ്, ദെൻ അവരെങ്ങനെയാണ് ഇൻ്റർ കണക്ട് ചെയ്തേക്കുന്നത്, ദെൻ ഹൗ ദേ ആർ ഡിപ്ലോയിഡ് ഇൻ എ പെർട്ടിക്കുലർ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പം ഈ ഇത്രയും കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ആർക്കിടെക്ചറൽ മോഡൽ എന്ന് പറയുന്ന പോർഷനകത്ത് നോക്കുന്നത്. അപ്പം ആർക്കിടെക്ചറൽ മോഡലിനെ നമുക്ക് നാല് കാറ്റഗറിയായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ്, സിസ്റ്റം ആർക്കിടെക്ചേഴ്സ്, ദെൻ പ്ലേസ്മെൻറ്റ്സ് ആൻഡ് ലെയറിംഗ്. അപ്പം നമുക്ക് ഫസ്റ്റ് വൺ ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ്. ഓക്കെ, ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. നമ്മൾ ആർക്കിടെക്ചറൽ മോഡലിനകത്ത് ചോദിക്കുന്ന അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ മോഡലിനകത്ത് വരുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ് ഈ കൊടുത്തേക്കുന്നത്. വാട്ട് ആർ ദ എൻറ്റിറ്റീസ്, ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റഡ്, വാട്ട് ആർ ദ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, ദെൻ ഹൗ ദേ ആർ മാപ്ഡ്. അപ്പം ഈ 4 കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ആ ഡെഫിനിഷൻ പാർട്ടിനകത്തും പഠിച്ചത്. എന്താണ് കമ്പോണൻസ്, അവരെ എങ്ങനെയാണ് ഇൻ്റർ കണക്ട് ചെയ്തേക്കുന്നത്, അവരുടെ റോൾസ്, ദെൻ അവരെങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്തേക്കുന്നത്. ഈ 4 ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ ഈ എൻ്റർ ആർക്കിടെക്ചറൽ മോഡലിനകത്ത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പോർഷൻ വരുന്ന ആദ്യത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരമായിട്ട് വരുന്ന അല്ലെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ആർക്കിടെക്ചറൽ എലമെൻറ്റിൻ്റെ പോർഷൻ. അപ്പം ആർക്കിടെക്ചറൽ എലമെൻറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റീസ് എന്ന് നമുക്ക് പറയാം. കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റീസ്, വാട്ട് ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്? ഒരു ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ആ എൻറ്റിറ്റീസ് ഏതാണെന്നുള്ളതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഈ ഒരു പോർഷനകത്ത്. അപ്പം ഈ ഒരു പോർഷൻ അല്ലെന്നുണ്ടെങ്കിൽ എൻറ്റിറ്റീസ് ഏതാണെന്ന് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 വ്യൂവിൽ അല്ലെങ്കിൽ 2 പേഴ്സ്പെക്റ്റീവിൽ ഇതിന് ഉത്തരം പറയണം. ഒന്നെന്ന് വെച്ചാൽ സിസ്റ്റത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലും ഒന്ന് പ്രോബ്ലത്തിൻ്റെ പേഴ്സ്പെക്റ്റീവിലും. ഓക്കെ, അപ്പം സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യൂവും ഉണ്ട്, പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യൂവും ഉണ്ട്. ഓക്കെ, അപ്പം സിസ്റ്റം ഓറിയൻറ്റഡ് ആയിട്ടുള്ള വ്യൂ ആണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് നമ്മുടെ ആൻസർ, വിച്ച് ഇസ് എൻറ്റിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിൻ്റെ എൻറ്റിറ്റീസ് പ്രോസസ്സുകളാണ്. ആൻഡ് ആ പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, ഇതാണ് സിസ്റ്റത്തിൻ്റെ വ്യൂ. ഇനി ഒരു പ്രോഗ്രാമിംഗ് വ്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഓറിയൻറ്റഡ് വ്യൂയിലോട്ട് വരുമ്പം ഈ പ്രോസസ്സ് എന്നുള്ള ഉത്തരമല്ല നമുക്ക് വേണ്ടത്, ഹൗ ദിസ് ഇസ് ഇംപ്ലിമെൻറ്റഡ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഐദർ വി ക്യാൻ യൂസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഓക്കെ, പക്ഷേ അതിന് കുറച്ച് പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് വേറൊരു കൺസെപ്റ്റാണ് കമ്പോണൻറ്റ് ടെക്നോളജി. കമ്പോണൻറ്റ് ടെക്നോളജിക്കകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പോണൻസും ഉണ്ടാവും, ഇൻ്റർഫേസസും ഉണ്ടാവും. ആൻഡ് അവർ കമ്പോണൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇൻ്റർഫേസ് വഴിയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത് ഒരു മെത്തേഡ് ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് വെബ് സർവീസസ്. അപ്പം ഈ കമ്പോണൻറ്റിനെയും ഒബ്ജക്റ്റിനെയും ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സർവീസാണ് വെബ് സർവീസസ്. ദെൻ ഇതിനകത്ത് ബോത്ത് കമ്പോണൻസിൻ്റെ ഒബ്ജക്ട്സിൻ്റെയും പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പം സിസ്റ്റത്തിൻ്റെ പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേറ്റിംഗ് എൻറ്റിറ്റി എന്ന് വെച്ചാൽ പ്രോസസ്സാണ്. ആൻഡ് ദേ ആർ കമ്മ്യൂണിക്കേറ്റിംഗ് ഈച്ച് അതർ ത്രൂ IPC, ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ബട്ട് പ്രോബ്ലത്തിൻ്റെ വ്യൂവിലാണെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കമ്പോണൻറ്റ് ടെക്നോളജി അല്ലെങ്കിൽ വി ക്യാൻ യൂസ് വെബ് സർവീസസ്. ഓക്കെ, ഒബ്ജക്റ്റ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ദെൻ കമ്പോണൻറ്റ് ടെക്നോളജി ഉണ്ട്, വിത്ത് ദ ഹെൽപ്പ് ഓഫ്
കമ്പോണൻസ് ആൻഡ് their ഇൻ്റർഫേസസ് വഴിയായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വെബ് സർവീസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്മ്യൂണിക്കേഷൻ പാരഡൈമാണ്. കമ്മ്യൂണിക്കേഷൻ പാരഡൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ 4 ക്വസ്റ്റ്യനത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരുന്ന പോർഷൻ. അതായത് നമ്മൾ ഫസ്റ്റ് പോർഷനകത്ത് വാട്ട് ആർ ദ എൻറ്റിറ്റീസ് എന്നാണ് നോക്കിയത്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനകത്ത് ഇങ്ങനെയായിരുന്നു ഹൗ ദേ ആർ കമ്മ്യൂണിക്കേറ്റഡ്. അപ്പോൾ അവരെങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് ഈ ഒരു പോർഷനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പം കമ്മ്യൂണിക്കേഷൻ പാരഡൈംസ് ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റം ഓഫർ ചെയ്യുന്ന 3 കമ്മ്യൂണിക്കേഷൻ പാരഡൈംസ് ആണ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, റിമോട്ട് ഇൻവോക്കേഷൻ ആൻഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ, ഐ പി സിക്കകത്ത് എന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. ഇറ്റ്സ് എ ലോ ലെവൽ സപ്പോർട്ട് ഫോർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പ്രോസസ്. അവിടെ നടക്കുന്നതെന്ന് വെച്ചാൽ പ്രോസസ് ടു പ്രോസസ് കമ്മ്യൂണിക്കേഷൻ ആണ് നടക്കുന്നത്. ദാറ്റ് ഈസ് റെപ്രസെൻ്റ് ആസ് ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. രണ്ട് പ്രോസസ്സുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ എക്സാമ്പിൾ, നമ്മളൊരു ഡയറക്റ്റായിട്ടൊരു API ഓപ്പൺ ചെയ്യുന്നത്, ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻ്റർ പ്രോസസ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ റിമോട്ട് ഇൻവോക്കേഷനാണ്. റിമോട്ട് ഇൻവോക്കേഷനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റിമോട്ട് ലൊക്കേഷനിൽ ഉള്ള ഒരു മെത്തേഡിനെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഓപ്പറേഷനെയോ കോൾ ചെയ്യുക, അതുവഴി ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് തിരിച്ച് നമുക്ക് റിസൾട്ട് കിട്ടുന്ന രീതി. അപ്പോൾ ഇതെന്ന് വെച്ച് ഈ റിമോട്ട് ഇൻവോക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു 2-way കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ്. അതായത് 2-way മെസ്സേജ് എക്സ്ചേഞ്ച് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോളാണ് റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോൾ, റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോൾ. അപ്പം റിക്വസ്റ്റ് റിപ്ലൈ പ്രോട്ടോക്കോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പേരുണ്ട്, ക്ലയൻറ്റ് ആൻഡ് സെർവർ. ക്ലയൻ്റാണ് ഇങ്ങനെ വർക്ക് ആവശ്യമായിട്ടുള്ള ആൾ അല്ലെങ്കിൽ സർവീസ് ആവശ്യമായിട്ടുള്ള ക്ലയൻറ്റും ആ സർവീസ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന ആളാണ് സെർവർ. അപ്പം ക്ലയൻറ്റിനൊരു സർവീസ് വേണമെന്നുണ്ടെങ്കിൽ ക്ലയൻറ്റ് ഒരു റിക്വസ്റ്റ് സെർവറിന് അയക്കുന്നു, സെർവർ അത് പ്രോസസ്സ് ചെയ്തതിന് ശേഷം റിസൾട്ട് തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നു റിപ്ലൈ ആയിട്ട്. അപ്പം മെസ്സേജ് പാസിംഗ് വഴിയാണ് ഈ ഒരു മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് പ്രൊസീജിയർ കോളാണ്. റിമോട്ട് പ്രൊസീജിയർ കോളിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് ലൊക്കേഷനിൽ ഉള്ള ഒരു പ്രൊസീജിയറിനെ ഈ കോൾ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന രീതി. ഓക്കെ, അപ്പം റിമോട്ട് ലൊക്കേഷനകത്ത് കോൾ ചെയ്യുമ്പോഴേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ, നമ്മുടെ പാരാമീറ്റേഴ്സിനകത്ത് എന്തെങ്കിലും എൻകോഡിങ്ങോ ഡീകോഡിങ്ങോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ടിനകത്ത് എന്തെങ്കിലും എൻകോഡിങ്ങോ ഡീകോഡിങ്ങോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ടായിരിക്കും കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. നെക്സ്റ്റ് ഒരു രീതിയാണ് റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. ഇറ്റ് ഈസ് സിമിലർ ടു RPC. ബട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ റിമോട്ട് ലൊക്കേഷനകത്തുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മെത്തേഡിനെയാണ് അവിടെ ഇൻവോക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്രയും ആണ് നമ്മുടെ റിമോട്ട് ഇൻവോക്കേഷനകത്ത് വരുന്ന കമ്മ്യൂണിക്കേഷൻസ്. ഇതെല്ലാം ആക്ച്വലി 2-way കമ്മ്യൂണിക്കേഷൻ മെക്കാനിസമാണ് യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ത്രൂ തേർഡ് പാർട്ടി. അപ്പം ഇതുവരെ നമ്മൾ നോക്കിയത് ഒരു 2-way കമ്മ്യൂണിക്കേഷൻ മെക്കാനിസം എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ടൈപ്പിലുള്ള രീതികളായിരുന്നു. ഇനി നമ്മൾ ഒരു തേർഡ് പാർട്ടിയുടെ ബേസിസിൽ, തേർഡ് പാർട്ടിയുടെ ഹെൽപ്പോടെ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്ന രീതിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഹെൽപ്പ് ചെയ്യുമ്പോഴേക്കും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സെൻട്രൽ റിസീവറുമായിട്ട് വലിയൊരു കണക്ഷനോ അല്ലെന്നുണ്ടെങ്കിൽ സെൻറ്ററിന് ഡീറ്റെയിൽസ് ആരാണ് റിസീവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടാവേണ്ട ആവശ്യമില്ല.
അതേ കണക്ക് തന്നെ സെൻഡർ ആൻഡ് റിസീവർ ആ സമയത്ത് അവൈലബിൾ ആവണമെന്നില്ല. ഓക്കെ, അപ്പം അവിടെ എന്താണ്, അവിടെ സ്പേസ് അൺകപ്ലിങ്ങും ടൈം അൺകപ്ലിങ്ങുമാണ് ഉണ്ടാകുന്നത്. അതായത് സെൻഡർ അറിയുന്നില്ല ആർക്കാണ് സെൻഡ് ചെയ്യുന്നതെന്നും സിമിലർലി സെൻഡർ ആൻഡ് റിസീവർ ആ ഒരു ടൈമിൽ എക്സിസ്റ്റ് ആവണമെന്നുമില്ല. ഇനി ഇതിനു വേണ്ടി ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് ഫസ്റ്റ് വൺ ഇസ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ അല്ലെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ മൾട്ടി പാർട്ടി കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ നടക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെറ്റ് ഓഫ് റെസിപ്പിയൻസ് ഉണ്ടാവും. അപ്പോൾ ഒരാൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സെൻഡർ സെറ്റ് ഓഫ് റെസിപ്പിയൻസിന് മെസ്സേജ് സെൻഡ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഇതൊരു 1 to many കമ്മ്യൂണിക്കേഷനാണ്. അപ്പോൾ ഇവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെൻഡർ ഉണ്ടാവും. ആ സെൻഡർ സെറ്റ് ഓഫ് റെസിപ്പിയൻസിന് മെസ്സേജ് അയച്ചു കൊടുക്കുന്നു ഒരു ഗ്രൂപ്പിൽ. ആ ഗ്രൂപ്പിനൊരു ID ഉണ്ടാവും. ആ ID വെച്ചിട്ടായിരിക്കും ആ ഒരു ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഗ്രൂപ്പ് ID അറിയാവുന്ന എല്ലാവർക്കും ഈ ഒരു മെസ്സേജ് റിസീവ് ആവുന്നു. അതാണ് ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രൂപ്പ് കമ്മ്യൂണിക്കേഷൻ ഈസ് കൺസേൺ വിത്ത് ദ ഡെലിവറി ഓഫ് മെസ്സേജസ് ടു എ സെറ്റ് ഓഫ് റെസിപ്പിയൻസ്. ഓക്കെ, അപ്പം ഗ്രൂപ്പ് ID ഉള്ള എല്ലാവർക്കും ആ മെസ്സേജ് ഡെലിവർ ആവുന്നു. ഇനി അടുത്ത മെത്തേഡ് ഇൻഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റമാണ്. ഓക്കെ, പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റത്തിനകത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം ഫിനാൻഷ്യൽ ട്രേഡിംഗ്. അവിടെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ പബ്ലിഷേഴ്സും ഉണ്ടാവും. സിമിലർലി നമ്പർ ഓഫ് കൺസ്യൂമേഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സും നമ്മൾ പറയും. അപ്പം ഇവിടെ നടക്കുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാർജ് നമ്പർ ഓഫ് പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഇൻഫോർമേഷൻ ആർക്കൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആവശ്യമായിട്ടുള്ള കസ്റ്റമേഴ്സ് അതിൻ്റെയും കൗണ്ട് ലാർജ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ലാർജ് നമ്പർ ഓഫ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിന് സെൻഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റത്തിനകത്തുള്ളത്. ഇപ്പം ഞാൻ എക്സാമ്പിൾ പറഞ്ഞു ഫിനാൻഷ്യൽ ട്രേഡിംഗ്. ഓക്കെ, അപ്പം അവിടെ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്യേണ്ട ക്രൂഷ്യലായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കറക്റ്റായിട്ടുള്ള കൺസ്യൂമറിന് തന്നെ എത്തി എന്നുള്ള ഒരു അഷുറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആർക്കാണ് ഏത് സബ്സ്ക്രൈബറാണ് അത് വേണ്ടത് അല്ലെന്നുണ്ടെങ്കിൽ ഏത് കൺസ്യൂമറിനാണ് അത് വേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് അവർക്ക് എത്തിച്ചു എന്നുള്ള ഒരു എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ആക്ച്വലി പബ്ലിഷ് സബ്സ്ക്രൈബ് സിസ്റ്റം. ഓക്കെ, ഇനി നെക്സ്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ക്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇവിടെ നടക്കുന്നത് പോയിൻ്റ് ടു പോയിൻ്റ് സർവീസാണ് നടക്കുന്നത്. അതായത് നമുക്ക് പ്രൊഡ്യൂസേഴ്സും ഉണ്ട് കൺസ്യൂമേഴ്സും ഉണ്ട്. ബട്ട് പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ഈ മെസ്സേജ് ക്യൂ വഴിയാണ്. അപ്പോൾ പ്രൊഡ്യൂസർ അവരുടെ മെസ്സേജസ് സെൻഡ് ചെയ്യുന്നത് റിസീവ് ചെയ്യുന്നത് റിസീവറിൻ്റെ മെസ്സേജ് ക്യൂയിലാണ്. അപ്പം റിസീവറിന് ഒരു നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പം അതനുസരിച്ച് എപ്പം വേണമെന്നുണ്ടെങ്കിലും റിസീവറിന് അല്ലെന്നുണ്ടെങ്കിൽ കൺസ്യൂമറിന് അത് ചെക്ക് ചെയ്താൽ മതി. സോ മെസ്സേജ് ക്യൂ ഓഫേഴ്സ് എ പോയിൻ്റ് ടു പോയിൻ്റ് സർവീസ് വെയർ ബൈ പ്രൊഡ്യൂസർ പ്രോസസ് ക്യാൻ സെൻഡ് മെസ്സേജ് ടു എ സ്പെസിഫൈഡ് ക്യൂ. അത് കൺസ്യൂമറിൻ്റെ ക്യൂയിലോട്ട് സെൻഡ് ചെയ്യാം. ആൻഡ് കൺസ്യൂമർ പ്രോസസ് ക്യാൻ റിസീവ് മെസ്സേജ് ഫ്രം ദ ക്യൂ or to be notified of the arrival of new message in the queue. അപ്പോൾ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും അവർക്ക് ആ മെസ്സേജ് ക്യൂയിൽ നിന്ന് റിട്രീവ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. അതാണ് മെസ്സേജ് ക്യൂവിൻ്റെ രീതി. ഓക്കെ, ഇനി അടുത്തതെന്ന് വെച്ചാൽ ടപ്പിൾ സ്പേസ് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ ഒരു സ്പേസ് ഉണ്ടാവും, ടപ്പിൾ സ്പേസ്. അവിടെ പ്രോസസ്സുകൾ അവരുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റാസ് അഥവാ ടപ്പിൾസ് അതിനെ കൊണ്ട് വയ്ക്കും.
അപ്പം ഏതെങ്കിലും പ്രോസസ്സുകൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യും, അല്ലെങ്കിൽ വേണ്ട ആ ഒരു ടപ്പിൾ അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ വേണ്ടാത്ത പ്രോസസ്സുകളാണെന്നുണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. സോ ടപ്പിൾ സ്പേസ് ഉണ്ടാവും, ആ ടപ്പിൾ സ്പേസിൽ പ്രോസസ്സുകൾ അതിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഡേറ്റ അഥവാ ടപ്പിൾസിനെ കൊണ്ടുവെക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറിയാണ്. ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറിക്കകത്ത് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയറിങ് ഓഫ് ഡേറ്റയാണ് നടക്കുന്നത്, പ്രോസസ്സുകൾ തമ്മിൽ ഷെയറിങ് ഓഫ് ഡേറ്റ. അപ്പം ഒരു പർട്ടിക്കുലർ ഫിസിക്കൽ മെമ്മറി ഷെയർ ചെയ്യാത്ത കേസുകളിൽ ആണ് ഇവിടെ ഈ ഡേറ്റ ഷെയറിങ് നടക്കുന്നത്. അപ്പോൾ പ്രോഗ്രാമേഴ്സ് ആക്ച്വലി അറിയുന്നില്ല, അത് ഇൻറ്റേർണലായിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അവിടെ അകത്ത് എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഇറ്റ് ഈസ് ഇൻറ്റേർണലി ഹാപ്പനിങ്. ഓക്കെ, അപ്പോൾ അവിടെ ട്രാൻസ്പറൻസി വരുന്നുണ്ട്. സോ അതാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറി. സോ ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറി സിസ്റ്റം പ്രൊവൈഡ്സ് അബ്സ്ട്രാക്ഷൻ ഫോർ ഷെയറിംഗ് ഡേറ്റ ബിറ്റ്വീൻ പ്രോസസ് ദാറ്റ് ഡു നോട്ട് ഷെയർ ഫിസിക്കൽ മെമ്മറി ഷെയർ ചെയ്യാത്ത പ്രോസസ്സുകൾ തമ്മിൽ ഡേറ്റ ഷെയറിങ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഡിസ്ട്രിബ്യൂട്ടഡ് ഷെയർഡ് മെമ്മറി. അപ്പം ഡേറ്റ റീഡ് ചെയ്യുന്നതും റൈറ്റ് ചെയ്യുന്നതിൻ്റെയും കാര്യം പ്രോഗ്രാമേഴ്സ് അറിയുന്നേ ഇല്ല, അതെല്ലാം അവർ അകത്ത് ഇൻറ്റേർണലി നടക്കുന്ന പ്രോസസ്സാണ്. സോ ഇത്രയേ ഉള്ളൂ ആർക്കിടെക്ചറൽ എലമെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു പോർഷൻ. ബാക്കിയുള്ള ആർക്കിടെക്ചറൽ മോഡലിൻ്റെ പോർഷൻസൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.